ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെള്ള നാരങ്ങ അച്ചാറാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണ്. ഇതിനായിട്ട് ഞാനിവിടെ 4 നാരങ്ങ തൊലി ചെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് തൊലിയോട് കൂടിയും അച്ചാർ ഇടാവുന്നതാണ്. അങ്ങനെ തൊലിയോട് കൂടിയാണ് അച്ചാർ ഇടുന്നതെങ്കിൽ നമ്മളിത് ആദ്യം തന്നെ ഇഡ്ഡലിത്തട്ടി വെച്ച് ആവി കയറ്റണം. എന്നിട്ട് തൊലി പൊട്ടാറാവുമ്പോൾ വാങ്ങി തണുത്ത് കഴിയുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുക്കണം. നാരങ്ങയുടെ തൊലിക്ക് നല്ല കട്ടിയുണ്ടെങ്കിൽ അത് ചെത്തിക്കളയാം, അല്ലെങ്കിൽ അതിന് കയ്പ്പ് കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്. നമ്മൾ എരിവിനായിട്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് അതിനാവശ്യമുള്ള പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, വിനാഗിരി അത് ഒത്തിരി ആവശ്യമില്ല കാരണം നാരങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ. ആദ്യം തന്നെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറുകളെല്ലാം നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണ് കൂടുതൽ കാലം നിൽക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം നാരങ്ങയിൽ ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത്, അതനുസരിച്ച് വേണം ഉപ്പിടാം. ഇപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 3-4 മിനിറ്റ് തീയെ വെച്ചൊന്ന് വേവിക്കാം, എന്നിട്ട് വാങ്ങാവുന്നതാണ്. ഇപ്പം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഇനി വാങ്ങാവുന്നതാണ്. വെള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്.